പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ജപമാല മാസത്തിലൂടെയുള്ള യാത്ര നാം ആരംഭിക്കുക. ആദ്യം ചിന്തിക്കുന്നത് വേറെ ഒന്നിനെയും പറ്റിയല്ല, മറിച്ച് ജപമാലയെ പറ്റിയാണ്. 13-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധ ഡൊമിനിക്കിലേക്ക് കൈമാറ്റം ചെയ്ത വലിയൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. അതിൽ സത്യവുമുണ്ട്. പക്ഷേ ഇത് ഒരു സുപ്രഭാതത്തിൽ അമ്മ നൽകിയ ഒരു പ്രാർത്ഥന എന്നതിനേക്കാളും ഉപരിയായി ഇതിന് വലിയൊരു പാരമ്പര്യമുണ്ട്. കത്തോലിക്ക സഭയോളം പാരമ്പര്യം അതിൻ്റെ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. ആദിമ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സന്യാസിമാർ അവർക്ക് ഉണ്ടായ നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു എല്ലാ ദിവസവും 150 സങ്കീർത്തനങ്ങൾ വായിച്ചു തീർക്കണം. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ വായിച്ച് തീർക്കുന്നതിന് വേണ്ടി അവർ വലിയൊരു ചരട് എടുത്ത് അതിൽ 150 കെട്ടുകൾ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ അടയാളപ്പെടുത്തി ഈ 150 സങ്കീർത്തനം രാവിലെ മുതൽ രാത്രി വരെയുള്ള അവരുടെ ജീവിത ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവർ ചൊല്ലി തീർക്കുക. അപ്പോൾ അവരുടെ അടുക്കലേക്ക് ഈ കുമ്പസാരത്തിനും മറ്റ് ആത്മീയ കാര്യങ്ങൾക്കും സാധാരണ ആളുകൾ വന്നപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഈ വലിയ കെട്ട് കണ്ടപ്പോൾ അവർ ആകാംക്ഷയോട് ചോദിച്ചത് എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരു രീതിയാണ്. സാധാരണക്കാർക്ക് അത് വളരെ ഇഷ്ടമായി. പക്ഷേ ഈ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുക, സങ്കീർത്തനങ്ങളുടെ പുസ്തകം സ്വന്തമാക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഇത് ലഭ്യമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അതിന് സാധ്യതയില്ലായിരുന്നു. അപ്പോൾ സന്യാസിമാർ, ക്രിസ്തീയ സന്യാസിമാർ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു പോംവഴിയായിരുന്നു, നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ഇതിനോട് ചേർത്ത് വെച്ച് ചെല്ലാൻ നോക്കുക. അങ്ങനെ 150 സ്വർഗസ്ഥനായ പ്രാർത്ഥന അവർ ചൊല്ലാനായിട്ട് ആരംഭിച്ചു. അതിനുശേഷം ഏതാണ്ട് ഒരു 12-ാം നൂറ്റാണ്ടോടു കൂടെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കുക. അങ്ങനെ ഈ സ്വർഗസ്ഥനായക്ക് പകരം അവർ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചേർത്ത് വെച്ച് ഈ 150 പ്രാവശ്യം ആവർത്തിച്ച് ഈ പ്രാർത്ഥന ഉരുവിടാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രാർത്ഥനയെ മരിയൻ സങ്കീർത്തനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം 150 സങ്കീർത്തനങ്ങൾ ആദിമ കാലഘട്ടത്തിൽ സന്യാസിമാർ പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് അത് സ്വർഗസ്ഥനയായി, പിന്നീട് അത് നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥനയിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. പിന്നീട് 13-ാം നൂറ്റാണ്ടിലാണ് ഈ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി വർദ്ധിച്ചു വരുന്നതിനിടയിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഭക്തനായ ഡൊമിനിക്കിൻ്റെ കയ്യിലേക്ക് ഈ ജപമാല ഈ ഒരു രീതിയിൽ ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. പിന്നീട് 15-ാം നൂറ്റാണ്ടിൽ വാഴ്ത്തപ്പെട്ട അലൻഡീല റോച്ച ഇതിനെ 15 രഹസ്യങ്ങളായിട്ട് ചിട്ടപ്പെടുത്തുക. ഓരോ രഹസ്യത്തിൻ്റെ ആരംഭത്തിൽ ഒരു സ്വർഗസ്ഥനായും അവസാനം ഒരു ത്രിത്വസ്തുതിയും ചേർത്ത് വെച്ച് അതിനെ ഭംഗിയായി ചിട്ടപ്പെടുത്തുകയും ഓരോ രഹസ്യങ്ങൾക്കും കർത്താവിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ സംഭവങ്ങൾ ധ്യാനിക്കണമെന്നും ആവശ്യപ്പെടുക. അങ്ങനെ ഇരിക്കെ 1571 ഒക്ടോബർ മാസം 7-ാം തീയതി തുർക്കികളുടെ ആക്രമണത്തിൽ നിന്ന് ക്രിസ്തീയ രാജ്യങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ പരിശുദ്ധ പിതാവായ 5-ാം പിയൂസ് പാപ്പ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അവർ ആരംഭിക്കുകയും 1571 ഒക്ടോബർ മാസം 7-ാം തീയതി ഈ ജപമാലയുടെ ശക്തിയാൽ തുർക്കികളെ വളരെ നിസ്സാരമായി തോൽപ്പിക്കുക. അന്നു മുതൽ പിന്നീട് എല്ലാ വർഷവും ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ ജപമാലയുടെ തിരുനാൾ നാം ആഘോഷിക്കാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ശരിക്കും ഇത് വിജയത്തിൻ്റെ ഒരു തിരുനാൾ. വിജയത്തിൻ്റെ തിരുനാൾ എന്ന് പറയുമ്പോൾ നമുക്കും വിജയിക്കാനുള്ളൊരു മന്ത്രമാണ്, അല്ലെങ്കിൽ വിജയത്തിനുള്ള ഒരായുധമാണ് ജപമാല. ആർക്കെതിരെയുള്ള വിജയത്തിന്? പിശാചിനെതിരെയുള്ള വിജയത്തിന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ജപമാല മാസത്തെ ധ്യാനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഈ ജപമാല മാതാവിനെ പറ്റി നാം ധ്യാനിക്കുമ്പോൾ, മാതാവ് നമ്മോട് പങ്കുവയ്ക്കുന്ന സുന്ദരമായൊരു സത്യം എന്ന് പറയുന്നത്, നീ വിജയിക്കാനുള്ളവനാണ്. വിജയം ഭൗതിക നേട്ടമല്ല, മറിച്ച് ആത്മീയ സ്വാതന്ത്ര്യം.
പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നീ സ്വതന്ത്രയാവണം. അങ്ങനെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ ഈ ജപമാല നമുക്ക് സ്വന്തമാക്കാം. പ്രിയമുള്ളവരെ, കരങ്ങൾ കൂപ്പാം, കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അങ്ങേ മക്കളായ ഞങ്ങളെ അങ്ങേ അമ്മയുടെ മടിയിലൂടെ നിൻ്റെ ചങ്കിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങൾ വിജയിക്കാനുള്ളവരാണ്. ഒരുപാട് പരാജയങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളെ വേദനിപ്പിക്കുന്നു. ആത്യന്തികമായി വിജയം അത് അങ്ങ് ഞങ്ങൾക്ക് അമ്മയിലൂടെ പ്രദാനം ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.